ഒരു പുതിയ വാർത്ത, നമുക്ക് ആവേശം പകരുന്ന വാർത്തയാണ്. നമ്മൾ 52 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പോവുകയാണ്. 2029 കൂടി ഇതെല്ലാം ലോ ഓർബിറ്റിൽ വരും. 21 ISROയും 31 സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയാണ് നമ്മൾ നിർമ്മിച്ച് വിക്ഷേപിക്കാൻ പോകുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വളരെ കൃത്യമായ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ISROയും ഉപഗ്രഹങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈന, പാകിസ്ഥാൻ, ഇന്ത്യൻ മഹാസമുദ്രം ഇത് മുഴുവൻ നമ്മുടെ ഉപഗ്രഹങ്ങളുടെ ചാരക്കണ്ണുകളുടെ കീഴിലാക്കാനാണ് മോദി സർക്കാർ തീരുമാനിക്കുന്നത്. ഇതൊരു വലിയ മാറ്റമാണോ? വലിയ മാറ്റമാണ്. കാരണം നമ്മുടെ ചാരക്കണ്ണുകളുടെ കീഴിൽ എന്ന് പറയുന്നത് അല്ല ശരി, നമ്മളുടെയും കൂടി ചാരക്കണ്ണുകളുടെ കീഴിൽ. മറ്റുള്ളവരുടെ ചാരക്കണ്ണ് ഇപ്പോൾ തന്നെ ഉണ്ട്. അതായത് നമ്മൾ പൊക്രാൻ 2 പൊക്രാനിൽ അണുവിസ്ഫോടനം നടത്തിയില്ല. ആ 24 മണിക്കൂർ സ്പാനിൽ 28 തവണ അമേരിക്കയുടെ ഉപഗ്രഹം സ്കാൻ ചെയ്ത് പോയി. അല്ലേ, നമ്മുടെ മുകളിൽ കൂടെ പോയി. നമ്മളത് സീക്രട്ടാണ് എന്ന് അന്ന് വിചാരിച്ചു, ഇന്നും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പൊക്രാൻ 2 ആരും അറിയാതെ നമ്മൾ ചെയ്തു. ജനറലി ആരും അറിയാതെ ചെയ്തു കേട്ടോ. നമ്മളുടെ ഒരു പട്ടാള യൂണിറ്റിനെ നമ്മൾ ഒറീസയിലേക്ക് വിടുന്നു. അപ്പോൾ എല്ലാവരും ഇതെന്താ ഇന്ത്യക്കാർ വലിയ പട്ടാള മൂവ്മെൻറ്റ് വേഴ്സ് ഒറീസ, എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി, ഒറീസയിലായി. അപ്പോൾ ഒറീസയിൽ നമുക്കൊരു ലോഞ്ചിങ് പാഡുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇനി അവിടെ എന്തെങ്കിലും ചെയ്യാൻ പോകണം, ഇങ്ങനെയൊക്കെ ശ്രദ്ധ തിരിച്ചിട്ടാണ്. എന്നിട്ട് ഈ നമ്മളെ APJ അബ്ദുൽ കലാം ഐലൻഡാണ് ഒറീസയിലുള്ളത്, ഒഡീഷയിലുള്ളത്. വേഷം മാറിയിട്ട് അദ്ദേഹം ട്രെയിനിലാണ് പൊക്രാനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സർക്കസൊക്കെ നമ്മൾ കാണിച്ചു. ആൻഡ് വി തോട്ട് റീസണബിളി നമ്മളത് മറച്ചു വെച്ചു എല്ലാവരിൽ നിന്ന്. എന്നിട്ട് പൊട്ടിച്ചു. ബട്ട് സ്റ്റിൽ USA ഇത് അറിഞ്ഞിരുന്നു, കണ്ടിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നു. ഒരു 12 മണിക്കൂർ മുമ്പ് മുതൽ അവർ പൊക്രാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അവരുടെ സാറ്റലൈറ്റ്. ദിസ് ഈസ് ദ വേ ദേ ആർ. അതുപോലെ ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും എല്ലാം ഇത് ചെയ്യുന്നവരാണ്. നമുക്ക് ഇപ്പോൾ തന്നെ സംവിധാനമുണ്ട്. ആ സംവിധാനമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ISRO വാസ് വൺ ഓഫ് ദ ഫൈറ്റർ. അത് പരസ്യമായിട്ട് ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മളുടെ കര, നാവിക, വ്യോമസേന കൂടാതെ ISRO ആ യുദ്ധത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. ISRO അതിൻ്റെ സാറ്റലൈറ്റ്, അതിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നൽസ്, പ്ലാനിങ്, അത് ഇതെല്ലാം. സോ ISROയ്ക്ക് വലിയ റോളുണ്ട്, നമ്മുടെ ഉപഗ്രഹങ്ങൾക്കും റോളുണ്ട്. ആ റോള് വർദ്ധിപ്പിക്കുന്നു ഇപ്പം നമ്മളെന്നുള്ളത് പ്രധാനമാണ്. കാരണം പാകിസ്ഥാൻ നമ്മളെ ഉപദ്രവിക്കും ഇനിയും. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. അവർക്കത് നിർത്താൻ സാധ്യമല്ല. അവരിനിയും അത് ചെയ്യും. ഇനി ചെയ്യുമ്പോൾ കോംപ്രഹെൻസീവായിട്ട് ഇനി അടുത്ത ഒരു 25 വർഷത്തേക്ക് ഒരിക്കലും ഇത് തീരാനും പോകുന്നില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ മാറ്റി വെപ്പിക്കാവുന്നേ ഉള്ളൂ നമുക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഏറിപ്പോയാലും ഒരു 4 വർഷം 5 വർഷം വരെയൊക്കെ ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് വല്ല മൈനർ ഇത് ചെയ്തൊന്നും വരും. മേജർ കാര്യം ചെയ്യാനും അവർക്ക് വലിയ കാര്യം. ഈ സൂയിസൈഡ് ഗ്യാങ് കയ്യിലുണ്ടെങ്കിൽ സുനിൽ ആലോചിച്ച് നോക്കി, സുനിലിനെ കൊല്ലാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെങ്കിൽ അയാൾ ചാവാനും തയ്യാറാണ്. പിന്നെ ഒരു രക്ഷയില്ല. എവിടെയെങ്കിലും വെച്ചാൽ അയാൾ വന്ന് കെട്ടിപ്പിടിക്കും, പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ ടെററിസ്റ്റ് ഓപ്പറേഷൻ്റെ ഇതാണ്. അവരുടെ 99 അറ്റംപ്റ്റും തോറ്റുപോയി എന്ന് വെച്ചോ. ഒരു അറ്റംപ്റ്റ് ജയിച്ചാൽ അവർ ജയിച്ചു. നമ്മളുടെ സെക്യൂരിറ്റിക്കാരൻ്റെയോ 99 ടെററിസ്റ്റ് അറ്റാക്കും അവൻ തടയുന്നു, ഒരെണ്ണം തടയാൻ പറ്റുന്നില്ല. അത് വീഴ്ചയായി. കേസ് പോലീസും പട്ടാളമൊക്കെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. 99% മാർക്കുണ്ട് അവന്, എന്നിട്ടും അവൻ തോറ്റതാണെന്ന് പറയും. മറ്റവന് 1% മാർക്കേ ഉള്ളൂ, എന്നാലും അവൻ ജയിക്കും. ഈ കളിയിൽ അവർക്ക് ഇത് ഓർഗനൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടെററിസ്റ്റ് അറ്റാക്ക് വളരെ എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാം. നമ്മളുടെ റിട്ടേൺ ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതിന് വലിയ തയ്യാറെടുപ്പും കാശ് ചെലവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു അൺബാലൻസ് യുദ്ധമാണിത്, ടെററിസ്റ്റ് യുദ്ധം. അതുകൊണ്ടാണ് ലോകമെല്ലാം ചേർന്നിട്ട് ഈ FATF ഒക്കെ ഉണ്ടാക്കിയില്ലേ, ഫൈനാൻഷ്യൽ ടെററിസം. ഫൈനാൻഷ്യൽ ടെററിസം നേരിടാനുള്ള ഒരു ഓർഗനൈസേഷൻ. അതെ, FATF ഒരു കമ്മിറ്റിയാണ്. അതുണ്ടാവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെററിസമാണ്
ലോകം നേരിടുന്ന രണ്ടാമത്തെ ഭീഷണി. ഒന്നാമത്തത് കള്ളപ്പണമാണ്. അതാണ് രസം. അവരുടെ FATFൻ്റെ റേറ്റിങ്ങിൽ ഒന്നാമത് ഇപ്പോഴും നിൽക്കുന്ന ഏറ്റവും വലിയ ഭീഷണി കള്ളപ്പണമാണ്. അല്ല, അതിൻ്റെ ഇതിൻ്റെ അന്താരാഷ്ട്ര തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ PMLA ആക്ട് പോലും ഉണ്ടാക്കിയത്. അതെ അതെ, PMLA ആക്ട് അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. 2012 മറ്റോ വരുന്നു PMLA ആക്ട്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മളുടെ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മളൊരു നാവിക് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് പറഞ്ഞിരുന്നല്ലോ, ഈ GPS-ന് ബദലായിട്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് നീങ്ങിയതായിട്ട്. നാവിക് ഇപ്പം നിലവിലുണ്ടോ? പക്ഷേ പബ്ലിക്കിനൊന്നും ലഭ്യമല്ലല്ലോ. പബ്ലിക്കിൽ കിട്ടില്ല. അതിപ്പോൾ തൽക്കാലം അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, പ്രതിരോധ വകുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. നാവിക്കിലാണ് ഇപ്പോൾ പോകുന്നത്. നാവിക് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ GPS-നെ ആശ്രയിക്കുന്നില്ല. നാവിക്കിനെ ആണ് അവർ ആശ്രയിക്കുന്നത്. സൈന്യം ആശ്രയിക്കുന്നത് നാവിക്കിനെയാണ്. 32 സാറ്റലൈറ്റ്സോ. ബട്ട് ഇപ്പോൾ അതൊരു മിക്സായിട്ടിരിക്കുകയാണ്. ഒന്ന് GPS, ഇൻ്റർനെറ്റ് വഴിക്കുള്ള GPS, വേറൊന്ന് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്, മൂന്നാമത്തത് നാവിക്. ഇങ്ങനെ ഒരു മൂന്നും ചേർന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. സമ്പൂർണ്ണമായി നാവിക്കിലേക്ക് മാറിയിട്ടില്ല. ഞാൻ വാർത്തകൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, എനിക്ക് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഇല്ല. സമ്പൂർണ്ണമായിട്ട് നാവിക്കിലേക്ക് മാറിയിട്ടില്ല. മാറാൻ ഉദ്ദേശമുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലാതെ നാവിക്. പക്ഷേ GPS-ഉം ഈ പറഞ്ഞ പോലെ US-ൻ്റെ ഒരു മിലിറ്ററിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. അല്ല, നമുക്ക് 140 കോടി ജനങ്ങളെ നാവിക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് GPS-ഉം ഇൻ്റർനെറ്റും കംപ്ലീറ്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയൊരു ഗോളാണ്. ഉടനെ ഒന്നും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഫോഴ്സസ് ഇതിനിടയ്ക്ക് കളിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇറാന് സംഭവിച്ചിട്ടില്ല. ഇറാൻ ഇൻ്റർനെറ്റ് സസ്പെൻഡ് ചെയ്തു. ബട്ട് ഇവൻ്റെ സ്റ്റാർലിങ്ക് വഴി അവൻ കണക്ഷൻ കൊടുത്തു ഇലോൺ മസ്ക്. പിന്നെ അവർക്കത് വലിയൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് അതങ്ങ് പോയി. അല്ലെങ്കിൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലെ ഒരു പ്രധാന വില്ലൻ ഇലോൺ മസ്ക് ആയിട്ട് അറിയപ്പെട്ട. അല്ല, ഇറാൻ പറഞ്ഞു ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണം, നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ഇറാനെ അത് കാര്യമായിട്ട് ബാധിച്ചില്ല. അതുകൊണ്ട് അവരത് അതിൻ്റെ പിന്നാലെ പോകാൻ നിന്നില്ല. എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇറാൻകാരൻ തന്നെ വാങ്ങിച്ചു വെച്ചതല്ലേ. ഇറാൻകാരോട് പറഞ്ഞു നിയമവിരുദ്ധമാണ്, കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇൻ്റർനെറ്റിൻ്റെ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ചൈന ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം, ഈ സാറ്റലൈറ്റുകളെ തകർക്കാനുള്ള ഒരു സംവിധാനം ചൈന ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എനർജി വെപ്പൺസ്, സാറ്റലൈറ്റുകളിൽ നിന്ന് ലേസർ ബീമുകൾ ഭൂമിയിലേക്ക് അയക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമൊക്കെ ചൈന ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, അമേരിക്ക ചെയ്യാൻ പോകുന്ന ഗോൾഡൻ ഡോം, അയൺ ഡോമിന് പകരം അമേരിക്കയ്ക്ക് പുറത്ത് ഗോൾഡൻ ഡോം. ഈ ഗോൾഡൻ ഡോമിൻ്റെ ഒരു പാർട്ടായിട്ട് പഴയ നമ്മുടെ സിനിമയുണ്ടല്ലോ സ്റ്റാർ വാഴ്സ് എന്നൊക്കെ പറഞ്ഞത്, അതുപോലത്തെ സംവിധാനമാണ് ഇവർ കാണുന്നത്. പണ്ടത് സ്വപ്നമായിരുന്നു, ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പക്ഷെ ഇത് ഭയങ്കര ഭീകരമല്ലേ? ഒന്ന് ഭൂമിയിൽ നിന്ന് ശത്രു ഉപഗ്രഹങ്ങളെ തകർക്കാൻ പറ്റുക. അപ്പം നമ്മൾ അയക്കുന്ന ഉപഗ്രഹങ്ങളെ ഇവർ ചിലപ്പോൾ തകർത്തുന്നിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ഉപഗ്രഹങ്ങളിൽ നിന്ന് ഇപ്പോൾ ചൈന നേരിട്ട് കേരളത്തിലെയോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ലേസർ ബീം അയച്ചാൽ അവിടെ കത്തിപ്പോകില്ലേ? ഇറ്റ് ഈസ് എ പോസിബിലിറ്റി. ഇത് പറയുമ്പോൾ ആൾക്കാർ വെറുതെ അതിശയോക്തിയാണ് എന്ന് പറയും. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ചൈനയ്ക്ക് നമ്മളുടെ ബോംബെയിൽ 2020 5 വർഷം മുമ്പത്തെ കഥ. ബോംബെ ഇലക്ട്രിക് സപ്ലൈ അവർ അരമണിക്കൂർ നേരത്തേക്ക് മറ്റോ സ്വിച്ച് ഓഫ് ചെയ്തു ത്രൂ സോഫ്റ്റ്വെയർ ചൈന. നമ്മൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സാധാരണ രീതിയുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്തു. അവസാനം അമേരിക്ക നമ്മളെ അറിയിച്ചു ഇറ്റ് വാസ് ആൻ ഓപ്പറേഷൻ ബൈ ചൈന. ദിസ് ഈസ് ഹൗ ഇറ്റ് വാസ് ഡൺ. നമ്മൾ ഞെട്ടിപ്പോയി. ഇസ്രായേൽ നമുക്ക് തന്ന ഒരു ഡ്രോൺ, അതിൻ്റെ നിയന്ത്രണം ചൈന ഏറ്റെടുത്തു. നമ്മൾ പറപ്പിക്കുമ്പോൾ നടുക്ക് വെച്ചിട്ട് ചൈന അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് അവർ കൊണ്ടുപോകുക, അത് തിരിച്ചു തരുമോ, ആ സ്റ്റോറി പിന്നെ ഡെവലപ്പ് ചെയ്തില്ല. സോ ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. ഇത് പറയുമ്പോൾ സയൻസ് ഫിക്ഷനാണ്, അതിശയോക്തിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫിക്ഷനാണ് പിന്നീട് യാഥാർത്ഥ്യമായിട്ട് മാറും. പക്ഷേ ഈ അടുത്തിടെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് 2 കപ്പലുകളുടെ ഉണ്ടായില്ലേ? ആ കപ്പൽ തീ പിടിച്ചത് ഒരുപക്ഷെ തുർക്കിയാണ് ഇത്തരം ഒരു വിദൂര
എനർജി വെപ്പൺ ഉപയോഗിച്ച് കത്തിച്ചതാവാം എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ മനോരമയിൽ ഉൾപ്പെടെ വന്നിരുന്നു. ഇല്ല, അതിനകത്ത് ഇതല്ലേ ഈ വേണ്ടാത്ത സ്ഫോടക വസ്തുക്കളൊക്കെ കടത്തിയിട്ടാണ്, അത് പൊട്ടിത്തെറിച്ചാണ് ആ സാധനം. ജസ്റ്റ് കാണാവുന്ന തെളിവുകളുണ്ട്. പിന്നെ ആ സ്ഫോടക വസ്തു ആരുടെ പേർക്ക് അയച്ചു, ആരയച്ചു, ഇതൊക്കെയാണ് പുറത്തു വരാനുള്ളത്. അതൊന്നും ആരും ചോദിക്കുന്നില്ല. നമുക്ക് പിന്നെ നമ്മുടെ കടലിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നുമില്ല. അതിന് മുമ്പത്തെ കപ്പലുണ്ടല്ലോ, MSC എൽസ, അത് മുക്കിയതാണ്. നമ്മൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ, കാരണം MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ സായിപ്പ് അങ്ങനെയൊന്നും ചെയ്യില്ല. സായിപ്പിലുള്ള അചഞ്ചലമായ സായിപ്പിനോട് ഇപ്പോഴും നമുക്കൊരു വലിയ ബഹുമാനമാണ്. അതോ ഏതായാലും ഈ 52 ഉപഗ്രഹങ്ങൾ അടുത്ത ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് 2029 മുമ്പ് ഭ്രമണപഥത്തിലെത്തുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് മുകളിൽ നോക്കാൻ ഒരാളുണ്ട് എന്ന് വരുന്ന ഒരു തീരുമാനം നല്ലതാണ്. നമുക്ക് വലിയൊരു കുടയുടെ ആവശ്യമുണ്ട് ആകാശത്ത്, വലിയൊരു കുട. ചെറിയ പൈസയൊന്നുമില്ല, 26,968 കോടിയാണ്. ഇതിനൊക്കെ കാശ് മുടക്കണ്ടെന്ന്, അല്ലാതെ ചുമ്മാ ഓസിന് കിട്ടുമോ? കാശ് മുടക്കണം. പക്ഷെ ഒരു പെട്രോളിന് ഒരു 10 പൈസ കൂട്ടിയാൽ നമ്മൾ ബഹളം വെക്കും. അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ല. ഒരു പ്രസ്താവനയോ എന്തെങ്കിലും പറയുന്നതല്ല, അത്ര വലിയ ബഹളമൊന്നും. അല്ല, ഈ പൈസയൊക്കെ പോകുന്ന വഴി ഇതാണ്, ഇങ്ങനെയൊക്കെയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിലപ്പുറവും ആ കാശ് ജനങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്നുണ്ട്. ഏതായാലും ചാരക്കണ്ണുകൾ കൂടുതൽ വിടർന്നു നിൽക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.